ആ ഒരു 8 സെന്റ് സ്ഥലത്തിൽ ആ മണ്ണുണ്ട്, മണ്ണായി പോണ വീടും ഉണ്ട്, തലേ കൂടെ വീഴാനായിട്ട് നിൽക്കുന്ന വീടും ഉണ്ട്, ആ മണ്ണും ഉണ്ട്. അല്ലാണ്ട് എന്താ അതിലുള്ളത്? അപ്പൊ വിൽക്കാൻ ചന്ദനം തന്നെയാണ്. തള്ള അന്ന് മുങ്ങിയതാണ്, തള്ള പിന്നെ പൊങ്ങിയിട്ടില്ല അവിടേക്ക്. ഓ എന്റെ പൊടച്ചോനെ, കമന്റ് ബോക്സിൽ ചന്ദനം വിറ്റു. മറ്റേ എന്താ ഇവന്മാരുടെ വാപ്പാന്റെ ചന്ദനം വിറ്റ പോലെയാണ് ഇവന്മാരുടെ നായ്ക്കള്. എന്താടാ നിങ്ങൾക്കൊക്കെ ചന്ദനം ഉണ്ടോ? 2 ഗഡി ആടാ വരാ എടുക്കാനുണ്ടടാ. ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അതിപ്പോ എത്ര നായിന്റെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയുന്നത് സത്യം തന്നെ. വെട്ടി വിറ്റു. ആര് മുതൽ? നിന്റെ തന്തന്നെ മുതലാ വെട്ടി വിറ്റത്? എന്റെ വീട്ടില് പിന്നെ അത് ഫോറസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞു വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാഹിദ ഷാജിയുടെ വീട് താമസവുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഷാജിദ പോകുന്ന പോക്കിൽ ഒരു ചന്ദനവും മുറിച്ചാണ് പോയത്. അത് കേസാവുകയും അതുപോലെ തന്നെ ഫോറസ്റ്റ് അധികൃതർ അവിടെ എത്തി കേസ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ വിശദീകരണവുമായി ഷാഹിദ ഷാജി രംഗത്തെത്തിയിട്ടുണ്ട്. ആരുടെയും തന്തയുടെ വകയൊന്നുമല്ല ഞാൻ വെട്ടി വിറ്റത് എന്നും തൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുതലാണ്, അത് എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത്. നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. അതിന് മുന്നേ ദയവായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഷാഹിദ ഷാജി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം. ഓരോരുത്തർ ഇട്ടത് വീഡിയോസ് ഒക്കെ അവരുടെ കണ്ടില്ലേ ചന്ദനം? അത് ഞാൻ എന്റെ മക്കളും കൂടി വിട്ട് എന്തുകൊണ്ട് വ്യക്തിന്ന് വെച്ചാൽ 1.5 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരാന്, 1.5 അല്ല 2.5 ലക്ഷം ഉറുപ്പ്യ മൊത്തം എനിക്ക് തരാന്. ആ പൈസ കിട്ടുന്ന വരെ എനിക്ക് കിട്ടുന്നത് അവിടെ എന്താ ഉള്ളത്? ആ ഒരു 8 സെന്റ് സ്ഥലത്തിൽ ആ മണ്ണുണ്ട്, മണ്ണായി പോണ വീടും ഉണ്ട്, തലേ കൂടെ വീഴാനായിട്ട് നിൽക്കുന്ന വീടും ഉണ്ട്, ആ മണ്ണും ഉണ്ട്. അല്ലാണ്ട് എന്താ അതിലുള്ളത്? അപ്പൊ വിൽക്കാൻ ചന്ദനം തന്നെയാണ്. തള്ള അന്ന് മുങ്ങിയതാണ്, തള്ള പിന്നെ പൊങ്ങിയിട്ടില്ല അവിടേക്ക്. തള്ള അന്ന് എന്നെ എന്റെ മക്കളെയും വെട്ടി നുറുക്കാളം അടിച്ചോടിക്കുന്നു പറഞ്ഞിട്ട് അന്ന് ഇറങ്ങിയതാണ്. തള്ള 2 മണിക്ക് വീട്ടിൽ നിന്ന് 2 മണിക്ക് ഇറങ്ങിയതാണ്. പുലർച്ചെ 2 മണിക്ക് എന്നെ വെട്ടാൻ വന്നിട്ട് പുലർച്ചെ 2 മണിക്ക് ഇറങ്ങിപ്പോയതാണ്. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അനിയത്തിന്റെ അവിടെ വാറാവാണ്, അനിയത്തിന്റെ അവിടെ പാറാവ് കിടക്കാണ്. അപ്പൊ എനിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ? അപ്പൊ എന്റെ വീട്ടിലുള്ളത് എന്താണോ മുതൽ അത് ഞാൻ വിൽക്കുന്നേ. ഞാൻ ഇത് 10-15 കൊല്ലം ഒരാളുടെ മുതൽ ഒരാളുടെ ഷാജി പിടിച്ചു പറിക്കാനോ കക്കാനോ പോയിട്ടില്ല. എന്റെ വീട്ടിലുണ്ടായ മുതല്, എന്റെ വീട്ടുവളപ്പിലുണ്ടായ സാധനം, പിന്നെ അത് ഫോറസ്റ്റുകാർക്ക് അറിയിക്കണം. എനിക്ക് ഒരുപാട് 2 ലക്ഷത്തോളം രൂപ ഇവിടെ നിന്ന് കിട്ടാനുണ്ട് എന്നും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ മൂല്യമുള്ള വേറെ ഒരു കുന്തവും ഇവിടെ ഇല്ല എന്നും പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് എനിക്ക് ആകെ ഇവിടെ ഉള്ളത് ആ ചന്ദന മരമാണ് എന്നും അത് ഞാനും എൻ്റെ മക്കളും കൂടി വെട്ടി വിറ്റു എന്നാണ് ഷാജിദ പറയുന്നത്. ഈ വീട്ടിലാകെ ഉള്ളത് പഴയ മണ്ണ് വീഴാനായ ഒരു വീടും അതുപോലെ തന്നെ പഴയ സാധനങ്ങളും അല്ലാതെ ഈ വീട്ടിൽ വിലപിടിപ്പുള്ളതായിട്ട് വേറെ ഒരു കുന്തവുമില്ല എന്നാണ് ഷാജിദ പറയുന്നത്. ഷാജിദാനോട് നമുക്ക് ചോദിക്കാനുള്ള, അല്ലേ മോളെ ഷാജിദ, നീ ഈ വീട്ടിൽ തന്നെ അല്ലായിരുന്നോ ഇത്രയും കാലം ജീവിച്ചത്? അപ്പോൾ നീ പറഞ്ഞിരുന്നത് എന്താണ്? മരണം വരെ ഞാൻ വേറൊരു വീട് വെക്കുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് കൊന്നാലും ഇറങ്ങുകയില്ല എന്നും ആ തള്ളനെ ആദ്യമായിട്ട് തള്ള എന്ന് വിളിച്ചത് ഞാനാണ് എന്നും അതെൻ്റെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് നീ. ഇപ്പോൾ നീ തന്നെയാണ് പറയുന്നത് ഇടിഞ്ഞു വീഴാനായ ഒരു വീട് മാത്രമാണ് ഇവിടെ ഉള്ളത്, പിന്നെ വിലപിടിപ്പുള്ള സാധനം ചന്ദനമായിരുന്നു, അത് പോകുന്ന പോക്കിൽ അടിച്ചു മാറ്റാൻ നീ നോക്കുകയും ചെയ്തു, അതാണ് സത്യം. പിന്നെ പറയുന്നുണ്ട് തള്ള പറാവ് കിടക്കാൻ വേണ്ടി അനുജത്തിയുടെ വീട്ടിൽ പോയി കിടക്കുകയാണ്, പിന്നെ അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല എന്നും നിന്നെ വെട്ടാൻ നോക്കിയതിന് ശേഷം അന്ന് രാവിലെ പുലർച്ചെ 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയ പോക്കാണ് എന്നൊക്കെ നീ പറയുന്നുണ്ട്. പക്ഷേ ഉമ്മാക്ക് വേറെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ഷാജി. നീയായിട്ട് കച്ചറ ഉണ്ടാക്കിയതിന് ശേഷം അടുപ്പിൽ വെള്ളം പാരുകയും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായ ശേഷം ഉമ്മക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണ്ടേ? അതിനാണ് ഉമ്മ ഇറങ്ങിയിട്ട് അനുജത്തിൻ്റെ വീട്ടിലേക്ക് പോയത് എന്ന് നമുക്ക് വിചാരിക്കാം. ഷാജി ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ മരം വെട്ടുമായി ബന്ധപ്പെട്ട്, നമുക്കതൊന്ന് കേൾക്കാം. സാറുമാര് പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയിച്ചാൽ ഞങ്ങൾ അത് വന്ന് നോക്കും, എന്നിട്ട് ഞങ്ങൾ അത് മുറിക്കും, എന്നിട്ട് അതിന്റെ വില നിങ്ങൾക്ക് എന്താ തരും, ഗവൺമെന്റിലേക്ക് എത്ര പോവാളിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതാണ് സാറുമാർ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു സാറുമാരെ എടുത്തിട്ട് പോയിക്കോളി, ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല, ഞാൻ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്, ഇത്രയും വലിയ മരമായിരുന്നു, ഇതിന് ഞാൻ 2-3 കഷ്ണാക്കിട്ടുണ്ട്. അപ്പൊ തന്നെ സാറ് പറഞ്ഞു ഇത് ആ കുട്ടിക്ക് അറിയാണ്ട് വെട്ടിയതാണ്, കാരണം അതിന്റെ വെട്ട് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. ആർക്കും ഞാൻ ആകെ വിളിച്ചത് എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് മരക്കച്ചവടക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം, എനിക്ക് കുറച്ച് മരം വെക്കാനുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ചന്ദനം ഉണ്ടടാ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അത് ഫോറസ്റ്റുകാരുടെ അടുത്ത് പറയണേട്ടി ഷാജി, അല്ലാണ്ട് അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓ എന്റെ പൊടച്ചോനെ, കമന്റ് ബോക്സിൽ ചന്ദനം വിറ്റു. മറ്റേ എന്താ ഇവന്മാരുടെ വാപ്പാന്റെ ചന്ദനം വിറ്റ പോലെയാണ് ഇവന്മാരുടെ നായ്ക്കള്. എന്താടാ നിങ്ങൾക്കൊക്കെ ചന്ദനം ഉണ്ടോ? 2 ഗഡി ആടാ വരാ എടുക്കാനുണ്ടടാ. അപ്പോൾ ഇതുവരെ ഷാജിദ പറയുന്നത് ഷാജിദ ഞാൻ അറിയാതെയാണ് മരം വെട്ടിയത് എന്നാണ്, ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കണമെന്നുള്ള വിവരം ഷാജിദക്ക് അറിയില്ലായിരുന്നു എന്ന് ഷാജിദ പറയുന്നു. അപ്പോൾ ഫോറസ്റ്റ് അധികൃതർ വന്നതിന് ശേഷം സാറുമാർ പറഞ്ഞു മോൾ അറിയിച്ചാൽ ഞങ്ങൾ വന്ന് വെട്ടിയിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട പൈസ എത്ര ആണ് എന്ന് വെച്ചാൽ അത് കഴിച്ചതിന് ശേഷം ബാക്കി
തരികയാണ് പതിവ്. ഷാജി പറയുന്നു അത് എൻ്റെ ഭാഗത്ത് തെറ്റായി, ഇപ്പം അത് ഞാൻ അറിയില്ലായിരുന്നു. പിന്നെ ഷാഹിദ പറയുന്ന അടുത്ത കാര്യത്തിലാണ് പോയിന്റ് കിടക്കുന്നത്. ഷാഹിദ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അന്വേഷിച്ചു, ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ കൊടുക്കാനുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചന്ദന മരം കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, മോളെ ചന്ദന മരമാണെങ്കിൽ അത് ഫോറസ്റ്റിനെ അറിയിച്ചതിന് ശേഷം മാത്രമേ മുറിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാജിദക്ക് കാര്യങ്ങൾ ആദ്യമേ അറിയാതെ ഷാജിദ വെട്ടിയതൊന്നുമല്ല. അതിനുശേഷം ഷാജിദ വെട്ടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇത് പുറത്താരെങ്കിലും വിളിച്ച് വെട്ടിച്ചാൽ ഇത് വിവരം പുറത്തു പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഷാജിദയും മക്കളും ഒറ്റക്ക് ആ ചന്ദനമരം വെട്ടിയത് എന്നുള്ളതാണ് സത്യം. ബാക്കി കേൾക്കാം. ശ്രീജേഷേ, എടാ ഈ ചന്ദനം പറയുന്ന സാധനേ ഞാൻ കാട്ടിൽ പോയി വെട്ടിയതോ വേറുള്ളവരുടെ വീട്ടിൽ പോയി വെട്ടിയതല്ല. എന്റെ വീട്ടില് എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുതലാണ് ഈ പറയുന്ന ചന്ദനം. അത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇതിന് മുന്നേ എന്റെ വീട്ടുകാര് എന്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മ വെട്ടി തൊലച്ച് കുറെ ഇതിന് മുന്നേ എന്റെ ഉമ്മ എന്റെ അനിയത്തിമാർക്ക് വെട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടു ചെലവിന് വേണ്ടി വെട്ടി വിറ്റ സാധനമാണിത്. ഞങ്ങളുടെ അവിടെ നിസ്സാര സുലഭമായിട്ട് ഉണ്ടാവണതാണ് ഈ ചന്ദനം. ഞങ്ങൾ വളർത്തുന്ന സാധനം അല്ലത്, അത് തന്നെ മുളിച്ചുണ്ടാവണം. ഞങ്ങളുടെ പറമ്പുകളിലൊക്കെ ചന്ദനം മരമുണ്ട്. വെട്ടി 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 വിറ്റു. ആരും മുതൽ നിന്റെ തന്തന്നെ മുതലാ വെട്ടി വിറ്റത്. എന്റെ വീട്ടില് പിന്നെ അത് ഫോറസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞു വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞതാണ് ഞാൻ അവരോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് അവരെന്നെ വെട്ടി മുറിച്ച് അതിനുള്ള പൈസ എത്രയാണോ ഗവൺമെന്റിലേക്ക് പോകേണ്ടത് 10% 15% അവരെടുക്കും, ബാക്കി എനിക്ക് തരുന്നതാണ് സാറ് പറഞ്ഞത്. അല്ല ഈ ചന്ദനം വിറ്റു നിങ്ങളുടെയൊക്കെ വാപ്പാനും മുതലാണോ വിറ്റത്? എന്റെ വാപ്പാനും എന്റെ ഉമ്മ എത്രയോ വിറ്റ് തൊലച്ച സാധനമാണ്. ഞങ്ങളുടെ വേലികളിലൊക്കെ ഇങ്ങനെ വലിയ ഉണ്ടാകുന്ന സാധനമാണ് ഈ ചന്ദനം പറയുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെ പറമ്പിലും ഉണ്ട്, ഞങ്ങളുടെ മാമന്മാരുടെ പറമ്പിൽ ഞങ്ങളുടെ തറവാട്ടിലും ഒക്കെ ഈ ചന്ദനം പറഞ്ഞ സാധനമുണ്ട്. എന്ത് ചന്ദനം വിറ്റു എന്ത് ചന്ദനം വിൽക്കാൻ പാടില്ലേ? ഈ പറയുന്ന ഫോറസ്റ്റുകാർ സാറുമാര് നിങ്ങളെക്കാട്ടി വലിയ എത്രയോ സാറുമാരാണ് അവിടെ വന്നത്. ആ സാറുമാർ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, മോളെ നിനക്ക് ഇവിടെ ശത്രുക്കളാണ്, ഞങ്ങൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഇവിടെ ശ്രീജേഷ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു കാഴ്ചക്കാരൻ ഷാഹിദക്ക് ഒരു കമന്റ് അയക്കുകയാണ്, ചന്ദനമരത്തിന്റെ കേസ് എന്തായി? അപ്പൊ നിന്റെ വാപ്പയുടെ വകയോ നിന്റെ അച്ഛന്റെ വകയോ ഒന്നുമല്ല ഞാൻ വിറ്റത് എന്നും അത് എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും സ്വത്താണ് എന്നാണ് ഷാഹിദ പറയുന്നത്. വാപ്പാനെയും ഉമ്മാനോട് എന്തൊരു സ്നേഹമുള്ള മകളാണ് ഇപ്പോൾ ഷാജിദ എന്ന് നിങ്ങൾ സ്വത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഷാജിദക്ക് ഈ നാവ് പൊന്തുന്നത് എന്നുള്ളതാണ് സത്യം. പിന്നെ ഷാജിദ പറയുന്നുണ്ട്, അവരുടെ നാട്ടിലെല്ലാം ഈ പുല്ല് മുളയ്ക്കുന്ന മാതിരി ചന്ദനം ഇങ്ങനെ മുളച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഉമ്മ അവരെ പോറ്റാനായി പൈസ ഇല്ലാത്തപ്പോൾ ഒരുപാട് വെട്ടി വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ അനുജത്തിമാരുടെ കാര്യത്തിന് ഒരുപാട് ചന്ദനം വെട്ടി വിറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ എത്താൻ ഒരു കേസ് കൂടി ആവുകയാണെങ്കിൽ ആ ഉമ്മായെ കൊടുക്കാലോ എന്ന് വിചാരിച്ചാണ് ഉമ്മ പണ്ട് ചന്ദനം വെട്ടി വിറ്റിട്ടുണ്ട് എന്ന് ഷാജിദ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അല്ലാതെ ഷാജിദയ്ക്ക് ഇത് അറിയാതെ പറയുന്നതൊന്നുമല്ല. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു പോലും ഈ കുട്ടിക്ക് അറിയാതെയാണ് ഇത് വിറ്റത്, കാരണം ഈ മുറി കണ്ടാൽ അറിയാമെന്നാണ് പറയുന്നത്. കാരണം കുട്ടിക്ക് മരം മുറിക്കാനൊന്നും അറിയില്ലല്ലോ, അങ്ങനെ ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു എന്ന് പറയുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോറസ്റ്റ് അധികൃതർ ഷാജിദയോട് പറഞ്ഞു പോലും, ഷാജിദ നിനക്ക് ഈ നാട്ടിൽ എല്ലാം തന്നെ പാരകളാണ് അല്ലെങ്കിൽ ശത്രുക്കളാണ് എന്ന്. പിന്നെ ഗവൺമെൻറ് പണിക്കാരായ ഫോറസ്റ്റ് അധികൃതർ അവിടെ പോയിട്ട് ഷാജിദനോട് പറയാണ്, ഈ നാട്ടിൽ നിനക്ക് ശത്രുക്കളുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്, അവർ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണല്ലോ ഇവിടെ എത്തിയത് എന്ന അർത്ഥത്തിലാണ്, നിനക്ക് ചുറ്റും ശത്രുക്കളാണ്. അതൊരു സത്യമായ കാര്യമാണ്. ഷാജിദ മനസ്സിലാക്കണം, ഷാജിദക്ക് എങ്ങനെ ശത്രുക്കൾ ഉണ്ടായി? ഷാജിദ തന്നെ തോണ്ടിയിട്ട് അല്ലെങ്കിൽ ഷാജിദ തന്നെ നാവ് കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത ശത്രുക്കളാണ് ചുറ്റുമുള്ളത് എന്നാണ് ഷാജിദ പറയുന്നത്. ഒന്നാമത് നിങ്ങൾ അയൽവാസികൾ ശത്രുക്കളായി, രണ്ടാമത് നിങ്ങൾ ഉമ്മ ശത്രുവായി, മൂന്നാമത് നിങ്ങൾ ആങ്ങളമാർ ശത്രുവായി, നാലാമത് നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാർ ശത്രുക്കളായി. ഇതൊന്നും നാട്ടുകാരും ശത്രുക്കളാക്കിയതല്ല, ഷാജിദ തന്നെ ശത്രുക്കളാക്കി മാറ്റിയതാണ് എന്നുള്ളതാണ് സത്യം. ഇനി അവസാനമായിട്ട് ഷാജി ഒരു ഉപദേശം നൽകുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മളെ ചതിക്കുക എന്ന് പറഞ്ഞു. അതുകൂടി കേൾക്കാം. തെറി പറയാതെ ശ്രദ്ധിച്ച് സംസാരിക്കുക. നീ ആരടി എന്റെ അടുത്ത് തെറി പറയാണ്ടാ പറയാന്? എന്റെ ചാനലിൽ കയറിയിട്ട് നീ എന്നോട് തെറി പറയണ്ട പറയാ? നീ ആരാണ്? ഞാൻ പറയട്ടെ, കണ്ണടച്ച് വിശ്വസിക്കാം. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് നമുക്ക് പാരകളായിട്ട് പണിയുന്നത്, നമുക്ക് പാരകളായിട്ട് വരുന്നത്. നമ്മളെ എത്രയും സ്നേഹിക്കുന്ന ആൾക്കാരും നമ്മളെ അത്രയും വിശ്വസിച്ച ആൾക്കാരായിരിക്കും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളി. എനിക്ക് അനുഭവം കൊണ്ട് പറയാണ്, എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. നമ്മൾ ഒരുപാട് അനുഭവിച്ചാണ്. ഞാൻ ഈ 10-33 വയസ്സിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ ആ 15 വയസ്സിൽ എന്റെ 15 ചെറുപ്പം മുതലേ ഞാൻ തുടങ്ങിയതാണ് എന്റെ ഈ കഷ്ടപ്പാട്.
പണ്ട് എന്റെ ഉമ്മാന്റെ അത്താനി തല്ല് കണ്ട് ഞാൻ വളർന്നതാണ്. ഉമ്മാന്റെ അനാവശ്യം അത്താനെ തല്ലിനോ അതാക്കലും ഇതാക്കലും അത് കണ്ട് ഞാൻ വളർന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ കുടുംബക്കാര് തല്ലൂടുന്നു കണ്ടിട്ട് ഞാൻ വളർന്നു. ഏട്ടനനിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഏട്ടനനിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയിലാണ്. വെട്ടല് കുത്തല് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. എന്റെ അനിയത്തിമാര് വളർന്നത്, അവിടെയുള്ള നായ്ക്കൾ വളർന്നത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അതിപ്പോ എത്ര നായിന്റെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയുന്നത് സത്യം തന്നെ. പറഞ്ഞത് കേട്ടില്ല, ഒപ്പം നടക്കുന്നവരാണ് ചതിക്കുക അല്ലെങ്കിൽ പാര വെക്കുക. അത് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയുകയാണ്. 32 കൊല്ലത്തെ ജീവിതാനുഭവം വെച്ച് ഷാഹിദ പറഞ്ഞു തരികയാണ്. ഒപ്പരം നിൽക്കുന്നവരാണ് ചതിക്കുക. അതൊക്കെ സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഷാഹിദനോട് അതിൽ നമുക്കൊരു വിയോജിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ രണ്ടാമത്തെ കാര്യം ഷാഹിദ പറയുന്നുണ്ട്, അവർ വളർന്ന ചുറ്റുപാടിൽ തെറികളായിരുന്നു പോലും, വെട്ടും കുത്തും ചവിട്ടും എല്ലാമായിരുന്നു. ഫാമിലി മൊത്തം കച്ചറയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നായിൻ്റെ വാല് പോലെയാണ്, 12 കൊല്ലം കോയിലിട്ടാലും അത് നേരെ ആവുന്ന കോലത്തിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഷാഹിദ, നീ എവിടെപ്പെട്ട ആളാണ്? നീ ഒന്ന് ചിന്തിക്കണം. നീ ആ കുടുംബത്തിൻ്റെ ഭാഗമായ ഒരാളാണ്. അപ്പോൾ നിൻ്റെ വാലും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നീ പറയുന്നത്. അതുകൊണ്ടാണോ നീ ഇങ്ങനെ രായ്ക്ക് രാമായണം പച്ചത്തെറിയും അതുപോലെ തന്നെ ഇതുമായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ വിലസി നടക്കുന്നത് എന്നാണ് നമുക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. കാരണം അതിൻ്റെ വാല് പോലെ തന്നെയാണ് നിൻ്റെ ഉമ്മയും നിൻ്റെ ബാക്കിയുള്ള കുടുംബക്കാരും എല്ലാം എന്ന് നീ പറയുമ്പോൾ നീയും ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ്. അപ്പോൾ നിനക്കും ആ നിയമം ബാധകമാകൂലേ എന്നാണ് നമുക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും നീ അത് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഏതായാലും ചന്ദ്രമരവുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ വീഡിയോവുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.